ഗുഡ് ഈവനിങ്. നമ്മളെ മാസ്റ്റർ ടോക്ക് 29 29ാമത്തെ മാസ്റ്റർ ടോക്കിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ലൈഫിന്റെ പല പല ആസ്പെക്ടുകളിലെ പല പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ജഡ്ജ്മെന്റൽ മെന്റാലിറ്റിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് ആളുകൾ കണക്ട് ചെയ്തിട്ട് പല തരത്തിലുള്ള പല കാര്യങ്ങൾ അതിനുപരി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട്. അപ്പം അതിന്റെ ഇമ്പാക്ട്സും അതെങ്ങനെയാണ് നമ്മളിൽ എഫക്ട് ചെയ്യുന്നതും അത് എത്രത്തോളം നമ്മൾ പറയാറില്ലേ, അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു വേസ്റ്റ് നമ്മളെ കയ്യിൽ കൊണ്ട് നടക്കുന്ന പോലെയാണ് ഈ ഒരു ജഡ്ജ്മെന്റൽ മെന്റാലിറ്റി എന്നുള്ള ഒരു ഹാബിറ്റ്. എന്ത് കണ്ടാലും ജഡ്ജ് ചെയ്യാം, അതങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണെന്ന് തോന്നുന്ന സാഹചര്യത്തിനെയും ആളുകളെയും സെൽഫിനെയും ഒക്കെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അതൊരു നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ് എന്ന് തന്നെ പറയാം. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് ഇനി അതിന്റെ തന്നെ കൂടെ വരുന്ന, അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ആക്സെപ്റ്റൻസ് എന്നുള്ളത്. അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് അതിന്റെ പിന്നെ ഓക്കെ. അപ്പം ആക്സെപ്റ്റൻസ്, നമുക്കറിയാം നമ്മളെ ലൈഫിൽ പല പല സംഗതികൾ ഓരോ ദിവസവും പല തരത്തിൽ സംഭവിക്കും. ലൈഫ് ഒരിക്കലും ഒരേപോലെ ആവില്ല, അല്ലെ? ലൈഫ് ഇങ്ങനെ ആഹ് എന്താ, കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്, പടുകുഴിയിലേക്ക് വീഴുന്നുണ്ട്, ഒരുപാട് സക്സസിലേക്ക് നമ്മൾ കയറുന്നുണ്ട്. പല ഡേയ്സും പല രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. ഓരോ ദിവസവും പല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. ആൻഡ് ഓരോ ദിവസവും നമ്മളെ പഠിപ്പിക്കുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതികളാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകും. പലതും ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് പല കാര്യങ്ങളും എന്തില്ല, അതേപോലെ നടക്കൂല. പല ആളുകളും നമ്മൾ വിചാരിച്ച പോലെ നമ്മളോട് ബിഹേവ് ചെയ്യില്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പല സംഗതികളും നടക്കൂല. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരുപാട് സംഗതികളിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഈ സമയത്താണ് നമ്മൾ അധികവും ജഡ്ജ്മെന്റിലേക്ക് പോകാറുള്ളത്. നമ്മൾ അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ജഡ്ജ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്സെപ്റ്റൻസ്. നമ്മളെ ലൈഫിൽ നടക്കുന്ന ഓരോ സംഗതികളും, ഓരോ ദിവസം നടക്കുന്ന, ഓരോ മണിക്കൂറിൽ നടക്കുന്ന, ഓരോ മിനിറ്റിൽ നടക്കുന്ന, ഓരോ സെക്കൻഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് എന്ത്, നമുക്ക് ജഡ്ജ്മെന്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആക്സെപ്റ്റ്. ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം ഉയർന്നാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായിരിക്കും, താഴ്ന്നിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോ ലൈഫിൽ കറന്റ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഒന്ന് എടുക്കാം. എന്തായാലും നമ്മളിപ്പോ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, മേ ബി റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ നമ്മളെ കരിയറോ, മേ ബി നമ്മളെ വെൽത്ത്, കയ്യിലുള്ള ഫൈനാൻഷ്യൽ, അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസ്, ഇത് റിഗാർഡിംഗ് ആയിട്ട് ഏത് തന്നെ എടുക്കുകയാണെങ്കിലും അതിലെല്ലാം നമുക്കൊരു ആക്സെപ്റ്റൻസിന്റെ കുറവ് കാണാൻ പറ്റും. അത് മേ ബി നമ്മളെ സെൽഫിനെ ആക്സെപ്റ്റ് ചെയ്യാത്തതാവാം, മേ ബി സിറ്റുവേഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യാത്തതാവാം, മേ ബി മറ്റുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യാത്തതാവാം. ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു സംഗതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇതിന് ഒരു വിപരീത ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മളിപ്പോ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ചില ഫുഡ് കാര്യങ്ങളൊന്നും നമുക്ക് പറ്റൂല. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ബട്ട് നമ്മൾ എന്താ ചെയ്യുക, അത് അതിന്റെ ഒരു ട്രെൻഡിന്റെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റിന്റെ ഒക്കെ ബാക്കിൽ എങ്ങനെ പോയി ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആക്സെപ്റ്റ് ചെയ്യും. പല സംഗതികളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ കാരണമാകുന്നത് എന്താണ്, അതിന്റെ പിന്നിൽ വരുന്ന ഒരു പെയിൻ ആണ്. ഒരു പെയിൻ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പലതും ആക്സെപ്റ്റ് ചെയ്യും. പലതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിലുള്ള ഒരു ഫോൺ, ഈ ഫോൺ എന്താണ്, ഇതിനൊരു കേസ് ഉണ്ട്. ഈ ഒരു കേസ് ഇട്ട് കൊണ്ട് നടക്കുന്നത് എന്തിനാണ്, ഇത് താഴെ വീഴുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ഡാമേജ് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒരാൾ പറയാണ്, ഈ കേസ് ഇടുന്നത് അത്ര അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ കൊണ്ട് നടക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ആഫ്റ്റർ എന്ത് ചെയ്യാണ്, കുറച്ച് കഴിയുന്ന സമയത്ത് ഫോൺ താഴെ വീഴാണ്, പൊട്ടുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, ആൾ അക്സെപ്റ്റ് ചെയ്യും, ആ കേസ് ഇടാം, ഓക്കെ, ഒരു കേസ് ഇടുന്നത് നല്ലതാണ്. എന്തിനാണ്, പെട്ടെന്ന് കംപ്ലൈന്റ് ആവാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ ഇത് നമുക്ക് നമ്മളെ മെന്റൽ ഏരിയയിലും ഫിസിക്കൽ ഏരിയയിലും ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ മെന്റലി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർഗ്യുമെന്റ്, ജഡ്ജ്മെന്റ്, ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള വെറുതെയുള്ള വാക്ക് തർക്കം,
ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. നമ്മളെ ഡയമണ്ട് മൈൻഡിന്റെ മാസ്റ്റർ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന ഓരോ രോഗങ്ങളും അത് എത്രയും പെട്ടെന്ന് അതിനെടുത്ത് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ചെറിയ ക്യാൻസറിന്റെ സെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വളർന്ന് 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 വരുന്നതിനനുസരിച്ച് അത് ക്യൂർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ ഒരു രോഗം പിന്നീട് അവിടുന്ന് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി കാത്തു നിൽക്കാതെ അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതിന് വേണ്ടി ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, നല്ല കെമിക്കൽസും ഉണ്ട്, മോശം കെമിക്കൽസും ഉണ്ട്. ഈ മോശം കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ കാരണമാകുന്ന ചില സംഗതികളാണ് നമ്മുടെ ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫിയർ, സെൽഫ് ഡൗട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്യൂർ ചെയ്യാൻ പറ്റണം. ഇത് ക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീടിന്റെ റൂമിന്റെ ഉള്ളിൽ നിങ്ങൾ കിടക്കുന്ന കിടക്കന്റെ തൊട്ടടുത്തായിട്ട് ഒരാൾ വേസ്റ്റ് കൊണ്ടുവന്നു. ഓക്കെ, ഒരാൾ ഒരു വേസ്റ്റ് കൊണ്ടുവന്നിട്ടു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ, എന്റെ വീട്ടിൽ ആരും വേസ്റ്റ് കൊണ്ടുവന്നിട്ടില്ല, ഞാൻ എന്താണ് അത്രയും ധൈര്യശാലിയാണ്, എന്റെ വീട്ടിൽ അങ്ങനെ ആർക്കും കൊണ്ടുവരാൻ ധൈര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ എന്റെ വീട്ടിൽ ആരും വേസ്റ്റ് കൊണ്ടുവരില്ല, ഇട്ടാലും എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വാശി പിടിച്ച് അവിടെ കിടക്കല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് അത് അക്സെപ്റ്റ് ചെയ്യാം. ആരോ ഒരാള് എന്തോ ഒരു ആവശ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, വേസ്റ്റ് ആയിട്ടുള്ള കുറെ സംഗതികൾ എന്റെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാം. അത് അക്സെപ്റ്റ് ചെയ്യുന്ന മൊമെന്റ് മുതൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സോൾവ് ചെയ്യാനുള്ള, അതിന് സൊല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അക്സെപ്റ്റ് ചെയ്യുന്ന മൊമെന്റ് മുതൽ. അല്ലാത്ത സമയത്ത് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടില്ല. ഓക്കെ, നമ്മൾ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. മേ ബി അക്സെപ്റ്റ് ചെയ്യാത്തപ്പം ആരപ്പത് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇതിപ്പോ എന്തിനാ കൊണ്ടുവന്നിട്ട് എന്നെ രീതിയിലൊക്കെ പോകും. അതിന് പകരം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, ആരൊരാൾ കൊണ്ടുവന്ന് ഇട്ടു, ഓക്കെ ഇട്ടു, ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇതൊന്ന് ക്ലീൻ ആക്കാം, റൂം ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാം. അപ്പൊ ഇത് നമ്മൾ ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പെറുക്കിയെടുക്കും, കവറിലാക്കും, എന്ത് ചെയ്യും, പുറത്ത് കൊണ്ടുപോയി വിടുന്നു. ഇറ്റ്സ് ക്ലിയർ. എന്തായി, അവിടെ ക്ലിയർ ആയി. ക്ലിയർ ആവാനുള്ള റീസൺ എന്താണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ലൈഫിലുള്ള എന്ത് പ്രശ്നമാവട്ടെ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം, അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ഇത് അക്സെപ്റ്റൻസിന്റെ കുറവാണ്. എന്റെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമുണ്ട്, എനിക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ട സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് ചിന്തിക്കുക. ഈ സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് ചിന്തിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം. ഫാമിലി ഇഷ്യൂസ് ആവട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവട്ടെ, വെൽത്ത് ആവട്ടെ, നമ്മളിൽ തന്നെയുള്ള ഒരുപാട് സംഗതികളുണ്ട്, ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ട്. ഈ സെൽഫ് ഡൗട്ടിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള സംഗതി എന്താന്ന് വെച്ചാൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. സി, നമ്മൾ എന്നുള്ള ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിലൊരു 90 അല്ലെങ്കിൽ ഒരു 95% എന്തായിരിക്കും, ബാക്കിയുള്ള ആളുകൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള സംഗതി. ആ, ദിനേശ് ഇങ്ങനെയാണ്, ഓക്കെ, ദിനേശ് ഇങ്ങനെയാണ്, എന്റെ ട്രെയിനിങ് ഇങ്ങനെയാണ്, നിന്റെ നടത്തം ഇങ്ങനെയാണ്, നിന്റെ സംസാരം ഇങ്ങനെയാണ്, ഭക്ഷണം കഴിക്കുന്ന രീതി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ എനിക്ക് തന്നിട്ടുള്ള ഒരുപാട് കമാൻഡ് ഉണ്ടാവും. അതിന്റെ ഒരു ആകെ തുകയായിരിക്കും ഞാൻ. അങ്ങനെയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ സെൽഫിനെ കണ്ടുവെക്കുന്നത്. അതിന് പകരം നമ്മൾ ആരാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ടാവണം, നമുക്ക് വേണം. എന്നാലേ നമുക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം എന്റെ പല്ല് ഇവിടെ കുറച്ച് പൊന്തിയിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. കാരണം എന്റെ ഭംഗി അതാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന മൊമെന്റ് മുതൽ എന്താണ്, പിന്നെ വേറെ ആർക്കും അവിടെ വന്ന് കളിയാക്കാനോ, നമ്മൾ പറയാറില്ലേ ഒരു സിനിമയിൽ വണ്ടി തള്ളാൻ എനിക്ക് വേറൊരു തെറ്റിയുടെ സഹായം വേണ്ട. ഓക്കെ, അപ്പൊ നമ്മളെ കളിയാക്കാനോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ നമ്മളായിരിക്കണം. ഓക്കെ, ആ കളിയാക്കാൻ വരുന്ന ഒരു മൊമെന്റ് നമുക്കത് മനസ്സിലാവണം, ആദ്യം അങ്ങോട്ട് ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ, നമ്മളൊരു കോൺഫിഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എടുത്ത് പറയും. എന്ന് കരുതി ഇല്ലായ്മ എടുത്ത് പറയണമെന്നല്ല, അല്ലെങ്കിൽ മോശപ്പെട്ട സംഗതി എടുത്ത് പറയണമെന്നല്ല. ബാക്കിയുള്ള ആളുകൾ നമ്മളെ പറ്റി പറയുന്ന കുറ്റങ്ങളാവട്ടെ, കുറ്റങ്ങൾ പറയുന്ന സമയത്ത് ആ കുറ്റം പറയുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നാം, സ്വാഭാവികം, മനുഷ്യന്മാരെ ദേഷ്യം തോന്നാതെ ഒന്നുമില്ല. ഉപദേശം എവിടുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അപ്പം ഈ ദേഷ്യം ഇങ്ങനെ വരുന്ന സമയത്ത് അതിനൊന്ന് ഇരുത്തിയിട്ട് ഒന്ന് ചിന്തിക്കുക, എങ്ങനെ, ഇയാൾ ഈ പറയണത് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ. ഓക്കെ, ഇയാൾ പറയണത് പോലെ അയാളെ ഈഗോ ബേസിൽ പറയാണോ, അതോ അതെന്റെ ലൈഫിൽ ചേഞ്ച് ചെയ്യാനുള്ള സംഗതിയാണോ. ദിസ് ഇസ് ആക്സെപ്റ്റൻസ്.
നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. അവർ പറയുന്ന സംഗതി ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇതിന്ന് ഇത്ര ഭാഗം നല്ലതാണ്, ഇത് വേണ്ട, ഇത്ര ഭാഗം സോറി, ഇത്ര ഭാഗം നല്ലതാണ്, ഇത് വേണം, ഇത്ര ഭാഗം നല്ലതല്ല, ഇത് വേണ്ട. ഓക്കെ. ഒരാൾ പറയാണ് സെഷൻ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് നല്ല സൗണ്ടിൽ സംസാരിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആയിട്ട് സംസാരിക്കണം എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ പറയാം, ഓ ആരാപ്പം എന്നോട് പറയാൻ, ഞാനിപ്പോ എങ്ങനെ എടുത്താൽ എന്താ? ഇത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്താ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള സെഷൻസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കാം, അതിന്റെ ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മേ ബി ദർ ഈസ് എൻ ഇഷ്യൂ. ചിലപ്പോൾ നമ്മളെടുത്തായിരിക്കും ഇഷ്യൂ. നമ്മളെടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ മൈക്കോ കാര്യങ്ങളോ സെറ്റ് ചെയ്തിട്ട് ആ ഓഡിയോ ക്വാളിറ്റി ഇഷ്യൂ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. മേ ബി ആ പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഫോണിന്റെ ഇഷ്യൂ ആണെങ്കിൽ എന്താണ്? ലീവ് ഇറ്റ്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. നമ്മൾ അതിന്റെ വഴിക്കിൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടുന്നതാണ്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡിൽ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ട സംഗതി നമ്മളെ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ മുടി അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ കണ്ണ് അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ താടിയും നമ്മളെ പല്ലും നമ്മളെ കേൾവി ശക്തിയും നമ്മളെ ശരീരത്തിന്റെ കളറും നമ്മളെ ഘടനയും അതുപോലെ നമ്മളെ സംസാരവും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യും, ഞാൻ ഇങ്ങനെയാണ്. Okay. ഞാൻ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതല്ല, അക്സെപ്റ്റ് ചെയ്യുക. കാരണം അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂമിൽ വേസ്റ്റ് ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ എന്റെ റൂമിൽ വേസ്റ്റ് ഇല്ല, എന്റെ കണ്ണ് അടിപൊളിയാണ്, എന്റെ മുടി അടിപൊളിയാണ് എന്നിങ്ങനെ പറഞ്ഞിരുന്നാൽ മേ ബി മുടി കുറച്ചൊന്നും കൂടെ വളഞ്ഞായിരിക്കും. ഓക്കെ. അത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അനലൈസ് ചെയ്യും. ആ ഓക്കെ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അപ്പൊ എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പിൽ നടക്കുന്ന സംഗതികൾ ഓരോരുത്തരെയും അവരേതായിട്ടുള്ള വഴിക്ക് വിടുക. ഓരോരുത്തർക്കും അവരേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോരുത്തർക്കും അവരേതായിട്ടുള്ള ഒരുപാട് മുമ്പ് നടന്നിട്ടുള്ള പാസ്റ്റിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ട്, ഒരുപാട് മുറിവുകളുണ്ട്. അവരൊക്കെ അതിൻ്റെതായിട്ടുള്ള ബേസിസിലൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുക, അവരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, അവരവരേതായിട്ടുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഡേയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സെൽഫിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ, സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റൻസ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബട്ട് അത് സെൽഫായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞുള്ളൂ. സെൽഫിനെ നമ്മൾ എന്ത് ചെയ്യാൻ? ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനോട് ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഈ വരുന്ന നെക്സ്റ്റ് മന്ത് 18-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു സമ്മിറ്റ് ആയിട്ട് നമ്മുടെ ടീം ആദ്യമായിട്ട് വരികയാണ്. ഓഫ്ലൈൻ പ്രോഗ്രാം ആണ്. അപ്പം അതിന്റെ ഫീസും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മെന്റേഴ്സ് എന്ത് ചെയ്യും? അറിയിക്കും. നിങ്ങൾക്ക് പേഴ്സണലി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൽഫാണ്. നിങ്ങൾ എന്താണെന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് സംഗതികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ബട്ട് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംഗതി കൊടുക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടാത്ത ഒരു ഫീൽ ആണെന്നുണ്ടെങ്കിൽ, ഒരുപാട് സംഗതികൾ നിങ്ങൾ പേടിച്ചിട്ട് ഡൗട്ട് ചെയ്തിട്ട് ഒരുപാട് സംഗതികൾ ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും പേടിച്ച് പേടിച്ചിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൈഫിൽ വരുന്ന റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, വെൽത്ത് ആവട്ടെ, കരിയർ ആവട്ടെ, ഇതിനൊക്കെ ഒരു ആകെ തുകയുടെ പരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളെ സമ്മിറ്റിലേക്ക് എൻറോൾ ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ഓക്കെ. ഒരു ഹാഫ് ഡേ നമ്മുടെ ടീമിന്റെ കൂടെ മൈൻഡിനെ കുറിച്ചിട്ട് ഡീപ്പർ ആയിട്ടുള്ള ലെവലിൽ, ഡീപ്പർ ആയിട്ടുള്ള ലെവൽ, നമ്മൾ ഈ നമ്മളെ മാസ്റ്റർ ടോക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസും ഒക്കെ പോകുന്നതിനേക്കാൾ കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള ലെവൽ നമ്മൾ മൈൻഡിനെ കുറിച്ചിട്ട്, മൈൻഡ് എന്നുള്ള ആസ്പെക്ടില് നമ്മളെ തോട്ട്സിന് അതെങ്ങനെയാണ് നമ്മളെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്, അതെങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ടീമിനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഡേയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നെക്സ്റ്റ് സൺഡേ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം. എനിവേ, ഇന്ന് മാസ്റ്റർ ടോക്കിന് വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ എന്ത് ചെയ്യാണ്? പറയാണ് താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീക്കിൽ കാണാം. ഓക്കെ, താങ്ക് യു.